എല്ലാവർക്കും ലോക സംഗീത ദിനത്തിൻ്റെ ആശംസകൾ. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. 1982 ഫ്രാൻസിലെ പാരീസിലാണ് ലോക സംഗീത ദിനം ആചരിക്കാൻ ആരംഭിച്ചത്. അന്നത്തെ ഫ്രാൻസിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ജാക്ക് ലാങ്ങും കമ്പോസറും റേഡിയോ പ്രൊഡ്യൂസറും ആയിട്ടുള്ള മൗറിസ് ഫ്ലൂററ്റും ചേർന്നാണ് ലോക സംഗീത ദിനം ആചരണത്തിന് തുടക്കം കുറിച്ചത്. എല്ലാത്തരം സംഗീതവും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോക സംഗീത ദിനം ഫ്രാൻസിൽ ആരംഭിച്ചത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി ഇന്ത്യയിലടക്കം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ സംഗീത ദിനം ആചരിച്ചു വരുന്നു. സംഗീതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ലോക സംഗീത ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, സംഗീതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വരങ്ങളാണ്. മറ്റു ഭാഷകളിൽ അക്ഷരങ്ങളും വാക്കുകളും വാചകങ്ങളും ഉപയോഗിച്ച് നമ്മൾ ആശയം കൈമാറുമ്പോൾ, സംഗീതത്തിൽ നമ്മൾ സ്വരങ്ങളുടെയും താളങ്ങളുടെയും സഹായത്തോടെയാണ് നമ്മളുടെ ആശയങ്ങളും നമ്മളുടെ ഫീലിങ്സ് എല്ലാം നമ്മൾ പങ്കുവയ്ക്കുന്നത്. മറ്റ് ഭാഷകൾ പോലെ ഒരു ഭാഷ തന്നെയാണ് സംഗീതം. സംഗീതം കേവലം പെർഫോമൻസുകൾക്കും പാട്ടുപാടലുകൾക്കും അപ്പുറത്തേക്ക് മറ്റ് പല തലങ്ങളിലേക്കും സംഗീതത്തിന് സഞ്ചരിക്കാനാകും. നമുക്കറിയാം, നമ്മളുടെ ജീവിതത്തിലെ സന്തോഷ അവസരങ്ങളിലെല്ലാം നമ്മൾ സംഗീതം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മളുടെ മെഡിറ്റേഷൻ, നമ്മളുടെ ജോലിഭാരം കുറയ്ക്കുന്നതിന്, പഠനം എളുപ്പമാക്കുന്നതിന്, നമ്മളുടെ അസുഖങ്ങൾ ബാധിച്ചവർക്ക് സംഗീത ചികിത്സ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളുടെ ബുദ്ധി വികാസത്തിനും അവരുടെ വ്യക്തിത്വ വികസനത്തിനും സംഗീതം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ എല്ലാ മേഖലകളിലും സംഗീതം നമുക്ക് ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി പറയുകയാണെങ്കിൽ എക്സസൈസുകൾക്കായിട്ട് ജിമ്മുകളിലും നമ്മളുടെ വീടുകളിലുമൊക്കെ ഇപ്പോൾ ഞാനൊക്കെ എക്സസൈസ് ചെയ്യുമ്പോൾ മ്യൂസിക്കിൻ്റെ സഹായത്തോടെയാണ് എക്സസൈസ് ചെയ്യുന്നത്. ഇത് നമുക്ക് എക്സസൈസിൻ്റെ ഭാരം കുറയ്ക്കാനായിട്ട് സാധിക്കും. കേവലം റിയാലിറ്റി ഷോകളിലും പാട്ടുപാടുകളിലും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും മാത്രം സംഗീതം ഉപയോഗിക്കാതെ സംഗീതത്തിൻ്റെ ഭാഷ, അതിൻ്റെ ഭാഷയുടെ കമ്മ്യൂണിക്കേഷൻ പവർ ഇത് മനസ്സിലാക്കി സംഗീതം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും 2024 സംഗീത ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. സംഗീതം നമുക്ക് വായ്പ്പാട്ടായിട്ടും ഇൻസ്ട്രുമെൻ്റലായിട്ടും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇൻസ്ട്രുമെൻ്റലായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 തരത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ്സാണ് ലോകത്തിലുള്ളത്: വിൻഡ് ഇൻസ്ട്രുമെൻറ്റ്, സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോസ് എല്ലാം നമ്മളുടെ യൂട്യൂബ് ചാനലിലുണ്ട്. ഇന്നത്തെ ഈ ലോക സംഗീത ദിനത്തിൽ ഒരു കർണാട്ടിക് രാഗമായ മലയമാരുതം എന്ന രാഗത്തിൽ ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ മോർണിംഗ് പീസ് വായിച്ചതിന് ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോക സംഗീത ദിനത്തിൻ്റെ ആശംസകൾ.